ഇന്ന് നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടന്ന ഒരു സംയുക്ത യോഗം, അതായത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, ഫെഫ്ക തുടങ്ങിയ എല്ലാ സംഘടനകളും ചേർന്ന് നടന്ന സംയുക്ത യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 12%. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 12%, 10%ൽ നിന്ന് 12%. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയാണ്. അതിനുശേഷം അപ്പം അതുണ്ടായ ലോസ് എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളിവിട്ടിരുന്നു. 700 കോടി രൂപ, 650-നും 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി. പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം ഞങ്ങൾ മാസാമാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി. ഇപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ സക്സസ് ആയത് സാമ്പത്തികമായിട്ട്. ബാക്കി 2 ചിത്രങ്ങൾ ഇപ്പം ഇറങ്ങിയ തരക്കേടില്ലാതെ പോകുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷനാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ്. വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെയും 10 ഇരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആകമാനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ ഒരു മാസം വരുന്ന പ്രോജക്ട്സ്, പണ്ട് 25-30 പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് 5-6 പ്രോജക്റ്റാണ് വരുന്നത്. പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണ്. 60% ടെക്നീഷ്യൻസ്, താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതായിരിക്കുകയാണ്. പോരാത്തതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല. നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചിട്ടില്ല. നാളത്തെ ബഡ്ജറ്റ് വരികയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത്. അതായത് 1 നേഷൻ 1 ടാക്സ് നടപ്പാക്കിയതിന് ശേഷം ഇതുവരെ 2 സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പുറത്ത് GSTയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% ഇപ്പോൾ ഈ ടാക്സ് വരുന്നത്. അതായത് 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ അവിടെ പോവുകയാണ്. 100 രൂപയ്ക്ക് 30 രൂപ ഗവൺമെൻറ്റിന് കൊണ്ടുപോവുകയാണ്. ഈ ഗവൺമെൻറ്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും 5 നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ, ദുഃഖകരമായ ഒരു സത്യം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവമില്ല. ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ OTTക്കാർ ഒരു വില പറയും. അത് കൊടുത്ത് നമ്മൾ അവർക്ക് കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് OTTക്കാരൻ്റെ പൈസ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഈ ഫൈനാൻസർ പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ 750 സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ. ആ 750 സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ്? ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കും. അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം
എടുത്തതനുസരിച്ച് ജൂൺ 1 തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡക്ഷനുമില്ല, എക്സിബിഷനുമില്ല, ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അങ്ങല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പോയ പ്രൊഡ്യൂസറിന് ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിനാണ്. ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല. ആർക്കെങ്കിലും നഷ്ടമുണ്ട്? ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് റെമ്യൂണറേഷൻ, ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് റെമ്യൂണറേഷൻ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ 1-2 കോടി രൂപയാണ് വാങ്ങിക്കുന്നത്. നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പോൾ 2 പടം എടുക്കുന്ന ഒരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത്. ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നിവൃത്തിയില്ല, പടം എടുക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. ആ പ്രൊഡ്യൂസർ അയാളുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റ് എല്ലാം വിറ്റിട്ട് ആ ഒരു വിറവ് പുരയിലാണ് താമസിക്കുന്നത്. ആ ഗതിയിലേക്കാണ് സിനിമാ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി എന്തോ പോകാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് നിർത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്ക് നടത്തുന്നുണ്ട്. അതിൻ്റെ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൊരു സൂചനാ പണിമുടക്ക് ഞങ്ങൾ പ്രതിഷേധ പ്രകടനവും കാര്യങ്ങളും ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അതായത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ് ചുമ്മാ ഷർട്ടിട്ടുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ ആകെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, സകലരും വലിയ പ്രശ്നത്തിലാണ്. അപ്പം ഇത് സർക്കാരെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ വെച്ച് നിർത്തുകയാണ്. ജൂൺ 1 മുതൽ ഞങ്ങൾ ഇനിയും ഒരു സിനിമ എടുക്കാനായിട്ട്, ഇപ്പം എല്ലാവരും സിനിമ എടുക്കാണ്, താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ്. അവർ എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജൂൺ 1 തീയതി മുതൽ ഒരു ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ്. ഇത് അറിയിക്കാനാണ് നമ്മൾ ഈ ഒരു പത്രസമ്മേളനം. ഏതാ? ആ അതെ, അതേത് രേഖാചിത്രം. നമ്മളിത് എത്രയോ എല്ലാ പ്രാവശ്യവും നമ്മൾ നിവേദനം കൊടുക്കുന്നതല്ലേ, എല്ലാ പ്രാവശ്യം അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. 30% ടാക്സ് കൊണ്ട് എവിടെങ്കിലും ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോവുമോ? ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്ത് പോകില്ല. അത് കൊടുത്താലും സർക്കാർ തികച്ചും അവഗണനയാണ് നമ്മളോട്. അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രി മന്ത്രിമാരെ ഒന്നും കൂടെ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ല. അവർ ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ചെയ്തു തന്നില്ല. ഞങ്ങൾക്ക് പൂട്ടിയിടാതെ വേറെ നിവൃത്തിയില്ല. അതെ, ഏത് താരങ്ങളുമായിട്ടോ ഇതുവരെ ആശയവിനിമയം നമ്മൾ നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ താരസംഘടനയിൽ ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ, ഭാരവാഹികളൊന്നും ഇല്ലല്ലോ, സംസാരിക്കാൻ ആരുമില്ലല്ലോ. ഏത് ഇതിനു മുമ്പ് സംസാരിച്ച് ഇതെന്തെന്നറിയോ, നമ്മൾ അവരുമായിട്ടിരിക്കുക, അവർ സംസാരിച്ചെല്ലാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പിന്നെ അവരുടെ തോന്നിവാസമാണ് കാണിക്കുന്നത്. അല്ല, നിയന്ത്രണം കൊണ്ടുവരും. ഓൺ പ്രൊഡക്ഷൻ അവർ നിർത്തിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല. തീർന്നില്ലേ? മതിയോ? ഏതാ? പ്രദർശിപ്പിക്കില്ല. അത് തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യങ്ങളെ നിരാകരിച്ച് താരങ്ങൾ ഇനിയും നിർമ്മാണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ കളിക്കണ്ട എന്ന് തിയേറ്ററുകൾ തീരുമാനിക്കും. ഉണ്ടാവും, ആരോ ആയിക്കോട്ടെ. ആരായാലും ശരി തന്നെ. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു പോയി. ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കൂടി വരുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് കൂടിയാൽ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന പോലല്ലേ പ്രൊഡക്ഷൻ കോസ്റ്റ് പോകുന്നത്. നമുക്ക് എങ്ങനെ സഹിക്കാൻ നോക്കും? 140 ദിവസമാണ്, 150 ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിംഗ്. ഒരു 50 ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ, അല്ലെങ്കിൽ 50-60 ദിവസം കൊണ്ട് തീർക്കേണ്ട പടങ്ങൾ വരെ 150 ദിവസത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി. ഇപ്പോഴത്തെ താരങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ചിത്രം, അത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലയെ കൊണ്ട് വെക്കും. എന്നിട്ട് അവൻ കുത്തുവാള എടുത്തു പോട്ടെ. ഇനി അത് പറ്റൂല. ഒരു എന്താണ്, ഒരു റെസ്പോൺസിബിലിറ്റി വേണം എല്ലാവരും തമ്മിൽ. അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ താരങ്ങൾ തയ്യാറാകുന്നു.
അങ്ങനെ അഭിനയിക്കുമ്പോൾ അവരല്ലോ കുറ്റക്കാർ. അത് കൊടുക്കാൻ പോകുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉള്ള ആ താരങ്ങൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരുണ്ടല്ലോ, അവർക്കെതിരെ നിങ്ങൾ ആദ്യം നടപടിയെടുക്കണം. ഏത് പ്രൊഡ്യൂസർ? താരങ്ങളായ പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷൻ. അല്ലല്ല, വരട്ടെ. അതല്ലേ ഞങ്ങൾ ആരാണെങ്കിൽ ആരെടുത്ത് നടപടി എടുക്കുന്നതിന് ഞങ്ങൾ മോഹൻ നോക്കാതെ നടപടി എടുക്കുക, യാതൊരു സംശയമില്ല. അത് നോക്കണ്ട. ഒരു മിനിറ്റ് പ്രദർശിപ്പിച്ചാൽ മാത്രമല്ലേ പ്രദർശനമാകുള്ളൂ. അല്ലാതെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ അല്ലല്ല, ഞാൻ ചോദിച്ചു, ഒരു ന്യായമായുള്ള ഒരു ഹൈക്കൊക്കെ നമ്മളൊക്കെ സമ്മതിക്കാം. ഈ കോവിഡിന് മുമ്പ് ഒരു രീതി ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്ര അല്ലെങ്കിൽ അവർ വാങ്ങിച്ചുകൊണ്ടിരുന്ന, അതിലേക്ക് അവർ പോട്ടെ. ഈ OTT എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കാശ് ഇവരെ വാങ്ങിച്ചുകൊണ്ട് പോകില്ലായിരുന്നു. അല്ലല്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും വാങ്ങിക്കുന്ന വളരെ കൂടുതലാണ്. ഒന്ന് ശരി, ഞാൻ ചോദിച്ചോട്ടെ, അവർ വാങ്ങിക്കുന്ന കാശെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ 10% കളക്ട് ചെയ്യുന്നില്ലല്ലോ. 100% നേട്ടം താരങ്ങൾക്കും ഇവിടുത്തെ ചില സീനിയറായിട്ട് കുറേ ടെക്നീഷ്യൻസ് ഉണ്ട് ഇവിടെ, അവർക്കുമാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ബാക്കി 6 മാസമല്ല, 4 മാസമേ ഉള്ളൂ. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം കുറച്ച് പടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്താനൊക്കില്ല. നഷ്ടം വരുന്ന ഒരു പ്രൊഡ്യൂസറിനല്ലേ. അതുകൊണ്ടാണ് നമ്മളൊരു സമയം എടുത്ത് അതിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും വരട്ടെ, സംസാരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്തും. എല്ലാവരും കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ നിർത്തും. അത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും 1.5 പടം ചെയ്ത ആള് ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പടത്തിന് ചോദിക്കുന്ന 1 കോടി രൂപ 1.5 കോടി രൂപയാണ്. ഇത് തമിഴും തെലുങ്കും ഒന്നുമല്ല. ഈ പടങ്ങൾ ഓടി ഞങ്ങൾ ഇനിയിപ്പോൾ കളക്ഷൻ വെളിവിടാൻ പോവുക. എല്ലാ മാസവും സകല കളക്ഷൻ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, വെള്ളിത്തിര. അതിൽ കൂടെ ഞങ്ങൾ എല്ലാ കളക്ഷനും വെളിവിടും. ഓരോ പടത്തിൻ്റെ കളക്ഷനും ഞങ്ങൾ വെളിവിടും. ഇവരൊക്കെ പറയുന്നത് 100 കോടി ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിന് 100 കോടി രൂപ ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കൂട്ടുന്നത്. ഷെയർ വന്ന 100 കോടി ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ. ഇത് എന്തൊറ്റെന്നറിയോ, വെളിയിൽ നിന്ന് ഇവരെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നതാണ്. ഇത് 100 കോടി വന്നെന്ന് പറഞ്ഞാല് അടുത്ത ഈ താരങ്ങൾ, അത് തന്നെയാണ് താരങ്ങൾ പറയിപ്പിക്കുന്നതാണ് 100%. അല്ല, ഇവിടെ ഒരു പ്രൊഡ്യൂസർ ആവശ്യപ്പെടില്ല, അവനറിയാം അവന്റെ ഗതികേട് എന്താണെന്നുള്ളത്. ഒരു 100 കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 27 കോടി രൂപ മാത്രം. അത്രേ ഉള്ളൂ. പിന്നെ സർക്കാരിന് 30 കോടി രൂപ കിട്ടും. നിർമ്മാതാവിന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കാശ് സർക്കാരിന് കിട്ടും. 100 കോടി ഷെയർ വന്നിട്ടില്ല. 100 കോടി ഗ്രോസ് വന്നാലാണ് ഈ പറയുന്ന ഈ കളക്ഷനാണ് വരുന്നത്. അങ്ങനെയുള്ള പടം ഉണ്ടായിട്ടില്ല 100 കോടി. ഇവരൊക്കെ വന്നിരുന്ന ചർച്ചയ്ക്ക് ഇരുന്ന് എല്ലാം കേട്ടിട്ട് പോകുന്നല്ലാതെ ഒരു കാര്യം അവർ ചെയ്യത്തില്ല. ഇതുവരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇനിയും ആക്ഷനിലേ ഉള്ളൂ. നമ്മൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അല്ലല്ല, താരസംഘടന വരട്ടെ, സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾ ഓപ്പൺ ആണ് സംസാരിക്കുന്ന കാര്യത്തിൽ. അവരൊരു 100 ഇരട്ടി കൂട്ടിക്കാണും. കോവിഡിന് ശേഷം ഈ OTT ഒക്കെ വന്നില്ലേ, OTT വന്നപ്പോൾ ഇവർ കിട്ടുന്നത് മുഴുവൻ അവർക്ക് കിട്ടിക്കോട്ടെന്ന്, പ്രൊഡ്യൂസറിനൊന്നും കിട്ടണ്ട. ഇതിൽ കുത്തുപാള എടുത്ത് നഷ്ടം വന്നാൽ പ്രൊഡ്യൂസറിനല്ലാതെ ആർക്കാണ് നഷ്ടം? ഇവരാരെങ്കിലും നഷ്ടം സഹിക്കുമോ? ഇല്ലല്ലോ. അവരുടെ പടം അവരെടുത്താൽ തന്നെ അവരുടെ റെമ്യൂണറേഷൻ പോകുന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നും പോകില്ലല്ലോ അവർക്ക്. എന്തിനാ അത് വേണ്ട. അല്ലല്ല, അതിന്റെ ആവശ്യമില്ല. അല്ല, അത് ആ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേര്. അവരുടെ ഒന്നും റെമ്യൂണറേഷൻ ഞങ്ങൾ വെളിയിൽ പറയാൻ ഇപ്പോൾ ഉദ്ദേശമില്ല. അല്ല, അങ്ങനെ പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും. അല്ല, പറയുകയും ചെയ്യും. അവരുടെ ഓരോരുത്തരുടെ പടത്തിന്റെ കളക്ഷൻ ഞങ്ങൾ വെളിവിടുകയും ചെയ്യും.
അതിപ്പം ഇപ്പോൾ ഓരോ കളക്ഷൻ എല്ലാവരും അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ, ഇവർ ഇത്രയും രൂപ വാങ്ങിച്ചിട്ട് ഇത്രയാണ് കളക്ഷൻ എന്നറിയട്ടെ. ഇത് കുറെ കാലമായി ഞങ്ങൾ സഹിക്കുന്നു, ഇനി ഇത് പറ്റില്ല. ഞങ്ങളുടെ കൂട്ടിലേക്ക് തന്നെത്താൻ നിന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സഫലതമായിട്ട് ഇത് നിന്നു പോകാൻ താനവർ നിന്നു ഇടിച്ചു നിൽക്കും. നിങ്ങൾ ഞാൻ പറയുന്ന ഈ ജൂൺ മാസം കൊണ്ട് ഇത് ഇടിച്ചു നിൽക്കും എവിടെങ്കിലും, അത് യാതൊരു സംശയമില്ല. അല്ല, അത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏതാ അല്ല ഇതിൽ അതുകൊണ്ട് ഇതിൽ പലരും ആ വന്ന ആൾക്കാർ പലരും ഈ ഫെഫ്കയിലൊന്നും മെമ്പേഴ്സും അല്ല, ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. ഞാൻ ഷെയർ 100 കോടി ഷെയർ കഴിഞ്ഞ വർഷം മാത്രമല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു മലയാള ചിത്രവും നിർമ്മാതാവിന് 100 കോടി രൂപ കൊടുത്ത ഒരു മലയാള ചിത്രം ഉണ്ടായിട്ടില്ല. നിർമ്മാതാവിന് പിന്നെ നിർമ്മാതാവിന് 100 കോടി രൂപ കിട്ടിയ ഇന്ന് വരെ മലയാളത്തിലെ ഒരു ചിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറയാനാണ് വിളിച്ചത്. എന്തായാലും വേറെ എന്തെങ്കിലും ഏതാ ഇതായത് 100 കോടി ഗ്രോസ് ആണ്. ഗ്രോസ് എന്ന് പറയുന്നത് 100 കോടി ഗ്രോസ് വന്നാൽ 30 കോടി രൂപ ടാക്സ്, 70 കോടി രൂപ. അതിന്റെ പകുതി 50% തിയേറ്ററിന് പോകും. ഇപ്പൊ 70 കോടി രൂപ 37 കോടി രൂപ. പിന്നെ അതിന്റെ പ്രിന്റിന്റെ പബ്ലിസിറ്റിയുടെ കാശൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ 27-30 കോടിക്ക് ഇടയ്ക്ക് വല്ലതും കിട്ടും പ്രൊഡ്യൂസറിന്. അതാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ 100 കോടി ക്ലബ്ബ് എന്നും പറഞ്ഞ് ഇവിടെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഈ 100 കോടി എന്ന് പറഞ്ഞിട്ട് ഇവര് അങ്ങ് ഓരോ 5-10 കോടി കൂട്ടുക ഓരോ പടത്തിന്. പോരാത്തതിന് ഇവര് ഇത് മാത്രമല്ല, അവരുടെ റെമ്യൂണറേഷൻ പോരാത്തതിന് ഓവർസീസ് റൈറ്റും കൂടെ പിടിച്ചു വാങ്ങിക്കുക. ഓവർസീസ് റൈറ്റും കൂടെ പിടിച്ചു വാങ്ങിക്കുകയാണ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന്. എന്തിനാ അവരെ അറിയിക്കേണ്ട കാര്യം? അവർക്ക് കമ്മിറ്റി ഇല്ലല്ലോ, പിന്നെ ആരെ അറിയിക്കാൻ? അല്ല, അത് അറിയിക്കേണ്ട സമയത്ത് അതല്ല. അപ്പൊ നമ്മൾ ചർച്ചയില്ല. ഈ അവരാദ്യം അവരുടെ കമ്മിറ്റിയൊക്കെ കൂടട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കാം. അവരുടെ കമ്മിറ്റിയൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം. അല്ല, അവർ ജനറൽ ബോഡിയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ നിർത്തിവെക്കാം. അവർ ജനറൽ ബോഡിയൊക്കെ കൂടിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം ചർച്ച ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്.